Hey guys, welcome back to Mellox. Melloxന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു അൺബോക്സിംഗ് ആണ്. വണ്ടി ഭ്രാന്തന്മാർക്കും നമ്മുടെ മ്യൂസിക് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആണ് ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ബോൾട്ടിന്റെ ഒരു എയർബഡ്സ് ആണ് ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ എയർബഡ്സ് എങ്ങനെയാണ് വണ്ടി ഭ്രാന്തന്മാർക്കും ഇഷ്ടപ്പെടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഫോർഡ് മസ്റ്റാങ് എഡിഷൻ ആണ്. മസ്റ്റാങ്ങിന്റെ ടോർക്ക് എഡിഷൻ ആണ് ഈ TWS. ബോൾട്ടും ഫോർഡും തമ്മിൽ കൊളാബ് ചെയ്തിട്ട് ഇറക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. ഫോർഡിന്റെ ഒഫീഷ്യൽ ലൈസൻസിന്റെ പ്രോഡക്റ്റ് ആണിത്. അപ്പോൾ അതിൽ ഒരുപാട് നമുക്ക് ഇഷ്ടപ്പെടുന്ന, അതായത് വണ്ടി ഭ്രാന്തന്മാർക്കും മ്യൂസിക് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അതിന് മുന്നേ എൻ്റെ ബോക്സ് നോക്കാം. ഞാനിപ്പോൾ ഇത് ഇപ്പോഴല്ല ഇത് അൺബോക്സ് ചെയ്യുന്നത്. ശരിക്കും ഞാനിതൊരു 2-3 ദിവസം ഞാനിത് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് കൂടെയാണ് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്. പിന്നെ ഇത് ഞാൻ വാങ്ങിച്ചതിൻ്റെ കാരണം എനിക്ക് പാട്ട് കേൾക്കുക അത് അല്ല എനിക്ക് മെയിനായിട്ടുള്ളൊരു കാര്യം. ഇതിൻ്റെ മോഡൽ, ഇതിൻ്റെ ഡിസൈൻ കണ്ടിട്ടാണ് ഞാനിത് വാങ്ങുന്നത്. മ്യൂസിക് പ്രശ്നമാണെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ ഞാനിത് വാങ്ങാനുള്ള കാരണം ഇതിൻ്റെ ഡിസൈനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ബോക്സിൽ നിന്ന് തുടങ്ങാം. ഒരു റെഡ് ആൻഡ് ഗ്രേ കോമ്പിനേഷനിലാണ് ബോക്സ് വരുന്നത്. കാരണം ഇതിനകത്തുള്ള TWSന്റെ ബോഡി വരുന്നത് ഒരു റെഡ് ആൻഡ് ഗ്രേ കോമ്പിനേഷനിലാണ്. ഇതൊരു 3 കളർ വേരിയന്റിൽ അവൈലബിൾ ആണ്. ഒരു റെഡ് ആൻഡ് ഗ്രേ ഉണ്ട്, പിന്നെ ഒരു യെല്ലോ ആൻഡ് ബ്ലാക്ക് ഉണ്ട്, പിന്നെ ഒരു ബ്ലൂ ഉണ്ട്. ഈ 3 കളർ വേരിയന്റിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. 2024 ശരിക്കും ഇത് ലോഞ്ച് ആവുന്നത്, ഈ ഫോർഡ് മസ്റ്റാങ് എഡിഷൻ. 2025 ആയപ്പോൾ അതിൽ കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ട്, അതായത് ക്വാളിറ്റിയിലൊന്നും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല, ഡിസൈനും കാര്യങ്ങളും കുറച്ച് മാറ്റങ്ങൾ വന്നിട്ട് അവർ വീണ്ടും 2025 വീണ്ടും റീലോഞ്ച് ചെയ്തതാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ ബോക്സിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൽ എഴുതിയിരിക്കുന്നത് ഫസ്റ്റ് തന്നെ ബോൾട്ട് മസ്റ്റാങ് എന്ന് എഴുതിയിട്ടുണ്ട്. 2 ബാഡ്ജിങ് ഇവിടെ ഉണ്ട്. പിന്നെ നമ്മുടെ ഫോർഡിൻ്റെ കുതിരയുടെ ആ ഒരു ലോഗോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 302 ആ മോഡലിലാണ് അവർ അതിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. പിന്നെ താഴെ വന്നു കഴിഞ്ഞാൽ ലൈറ്റ്നിങ് ഫാസ്റ്റ് ചാർജിങ് ആണ്. 10 മിനിറ്റ് ചാർജ് ചെയ്താൽ 120 മിനിറ്റ് ഇത് യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ താഴെയായിട്ട് ടോർക്ക് വയർലെസ് എയർബഡ്സ് അതൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ബാക്ക് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ TNC ഉണ്ട്, പിന്നെ വാട്ടർ പ്രൂഫ് ആണ്, സ്വെറ്റ് പ്രൂഫ് ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിൽ വരുന്നത് അഡ്വാൻസ് നോയ്സ് ക്യാൻസലേഷൻ ഉണ്ട് ഇതിൽ. പിന്നെ ഒരു അൾട്രാ ലോ ലേറ്റൻസി ഗെയിമിംഗ് മോഡും ഇതിനകത്ത് അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബൂമെക്സ് എന്ന് പറയുന്ന ഒരു ടെക് ഫീച്ചർ ഇവിടെ ബോൾട്ട് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഈ ബേസ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫീച്ചറുകളും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. ഇതൊന്നുമല്ല മെയിൻ, ഈ ഫീച്ചറുകൾ കാര്യങ്ങളൊന്നുമല്ല മെയിൻ. ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്യാം. ഈ ബോക്സ് ഓപ്പൺ ചെയ്യുന്നത് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ടോർക്ക് മസ്റ്റാങ് എന്ന് എഴുതിയിട്ടുണ്ട്. ഒരു ഹോളുണ്ട്, അത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ വരും. അപ്പോൾ ഇതാണ് ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ. ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇതിൽ ഫോർഡിൻ്റെ ആ കുതിരയുടെ ലോഗോ അതിവിടെയും കൊടുത്തിട്ടുണ്ട്. ബോൾട്ട് മസ്റ്റാങ് എന്ന് ബാഡ്ജിങ്ങും ഉണ്ട്. ഇത് നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം. നമ്മുടെ ഫോർഡിൻ്റെ ഒരു സിഗ്നേച്ചർ ലൈൻ എന്ന് വേണമെങ്കിൽ പറയാം. ഫോർഡ് മസ്റ്റാങ്ങിലെ ബോണറ്റിൽ വരുന്ന ആ ഒരു ലൈൻ, ആ ഒരു ബ്ലാക്ക് ലൈൻ ഇതിലും കൊടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മസ്റ്റാങ്ങിൻ്റെ ബോണറ്റ് തന്നെയാണ് ഇവിടെ അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആ ഒരു ഷേപ്പിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ഉള്ള ആ 2 ലൈനും പിന്നെ ഫോർഡിൻ്റെ നമ്മുടെ കുതിരയുടെ ആ ഒരു ലോഗോയും കൊടുത്തിട്ടുണ്ട്. താഴെ ബോൾട്ട് എന്നും എഴുതിയിട്ടുണ്ട്. നമുക്കിതിൻ്റെ പേപ്പർ കാര്യങ്ങൾ നോക്കാം. അത് കഴിഞ്ഞിട്ട് TWS പുറത്തോട്ട് എടുക്കാം. ഇതിനകത്ത് നമുക്ക് ഒരുപാട് സ്റ്റിക്കർ തരുന്നുണ്ട്. നമ്മുടെ ഫോർഡിൻ്റെ ആ ഒരു കുതിരയുടെ ലോഗോ ഉള്ള സ്റ്റിക്കർ. പിന്നെ നമ്മുടെ മസ്റ്റാങ് ഹെഡ്സെറ്റ് വെച്ചിട്ട് മ്യൂസിക് കേൾക്കുന്ന ഒരു സ്റ്റിക്കർ. പിന്നെ അവരുടെ തന്നെ ഒരു ഹെഡ്സെറ്റിൻ്റെ ഒരു സ്റ്റിക്കറുണ്ട്. നമ്മുടെ മസ്റ്റാങ് ഓണേഴ്സ് ക്ലബിൻ്റെ ഒരു സ്റ്റിക്കറും കൊടുത്തിട്ടുണ്ട്. ഒരു ഹെഡ്സെറ്റിൻ്റെ സ്റ്റിക്കറുണ്ട്. മസ്റ്റാങ്ങിൽ ബോൾട്ട് എന്ന ബാഡ്ജിങ് ഉള്ള ഒരു സ്റ്റിക്കറും ഉണ്ട്. ഇത്രയധികം സ്റ്റിക്കർ എവിടെ ഒട്ടിക്കാനാണോ എന്ന് പറഞ്ഞുകൂടാ. എന്തായാലും സ്റ്റിക്കറിന് ഒരു കുറവുമില്ല. പിന്നെ നമ്മുടെ വാറൻറ്റി ഇഷ്യൂ ചെയ്യേണ്ട കാർഡ് ഇതാണ്. ഈ QR കോഡ് സ്കാൻ ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ വാറൻറ്റി ഇഷ്യൂ ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ ഇതൊരു 1 ഇയർ വാറൻറ്റി അല്ല, ഇതൊരു 15 മാസം, അതായത് ഒരു 3 മാസം കൂടെ നമുക്ക് വാറൻറ്റി കിട്ടുന്നുണ്ട്. മൊത്തം 15 മാസമാണ് ഇതിന് വാറൻറ്റി വരുന്നത്. അപ്പോൾ അത് ഇഷ്യൂ ചെയ്യാനുള്ള QR കോഡാണിത്. അത് കഴിഞ്ഞ് യൂസർ മാനുവലും കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒരു ബ്ലാക്ക് കളറിൽ അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് പേപ്പർ കാര്യങ്ങൾ വരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഇതിനകത്ത് വരുന്നത് നമ്മുടെ എക്സ്ട്രാ ബഡ്സ്, അതായത് വേറെ സൈസിലുള്ള ബഡ്സ് ഉണ്ട്. അത് കഴിഞ്ഞാൽ ഒരു C ടൈപ്പ് ചാർജിങ് കേബിളും ഇതിനകത്തുണ്ട്. വേറെ ഇത്രയേ ഉള്ളൂ.
ഇത്രയുമാണ് ഇതിൽ വരുന്ന ആക്സസറീസും ബാക്കി പേപ്പർ കാര്യങ്ങൾ. അപ്പോൾ നമുക്കിനി ഈ ഹെഡ്സെറ്റ് ഒന്ന് പുറത്തെടുക്കാം. ഇതാണ് സാധനം. ഒരു രക്ഷയില്ലാത്ത മോഡലാണ്. വളരെ നൈസായിട്ട് അവരത് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. മസ്റ്റാങ്ങായിട്ടുള്ള ഒരു എന്താ പറയുക, മസ്റ്റാങ്ങിനോടൊക്കെ ഒരു 100% നീതി പുലർത്തുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു അടിപൊളി ഡിസൈനിലാണ്. ഈ 2 ചാർജിങ് പോർട്ടുകൾ ഇതിന് കൊടുത്തിട്ടുണ്ട്. ഒന്നല്ല, സാധാരണ എല്ലാ ഹെഡ്സെറ്റിനും ഒന്നാണ് വരുന്നത്. ഇതിൽ 2 ചാർജിങ് പോർട്ട് കൊടുത്തു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മസ്റ്റാങ്ങിൻ്റെ എക്സോസ്റ്റ് ഇല്ലേ, സൈലൻസർ, അതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് 2 എണ്ണം കൊടുത്തിട്ടുള്ളത് 2 സൈഡിലായിട്ട്. പിന്നെ ഫ്രണ്ടിൽ ആ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഫ്രണ്ടിലായിട്ടൊരു മസ്റ്റാങ് എന്ന ബാഡ്ജിങ് ഉണ്ട്. അതിൻ്റെ മേളിൽ ബോൾട്ട് എന്നൊരു ബാഡ്ജിങ് ഉണ്ട്. നേച്ചർ ലൈനായിട്ടുള്ള 2 ലൈൻസ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഫോർഡിൻ്റെ ഒരു ലോഗോയും ഉണ്ട്. പിന്നെ താഴെ ഒരു പ്രത്യേകതരം ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട്. അതൊരു പ്രത്യേകതരം ഒരു ഫിനിഷിങ്ങിലാണ് കൊടുത്തിട്ടുള്ളത്. ഒരു മാറ്റ് ഫിനിഷിൽ, മാറ്റ് എന്ന് പറയുമ്പോൾ ഡാർക്ക് മാറ്റിലാണ് കൊടുത്തിട്ടുള്ളത്. 302 എന്ന ബാഡ്ജിങ്ങും ഉണ്ട്. ഇത്രയാണ് ഇതിൻ്റെ പുറത്ത് വരുന്നത്. സംഭവം ഇച്ചിരി ബൾക്കി ആണെങ്കിലും നമുക്കൊരു എന്താ പറയുക, ടേബിളിൻ്റെ പുറത്തൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുമ്പോൾ ഒരു ടോയ് കാർ വെച്ചിരിക്കുന്ന ഒരു ഫീലാണ്. ശരിക്കും ഒരു ടോയ് വെച്ചിരിക്കുന്ന ഒരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഇച്ചിരി ബൾക്കി ആണെങ്കിലും കുഴപ്പമില്ല. അത് ഡിസൈൻ വൈസ് അങ്ങനെ വരത്തുള്ളൂ. അപ്പോൾ നമുക്കതൊന്ന് ഓപ്പൺ ചെയ്യാം. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ ഇതിനകത്ത് കറക്റ്റ് നമ്മുടെ V8 എൻജിൻ എങ്ങനെയാണോ അതിൻ്റെ ഒരു മാതൃകയ്ക്ക് അതിനോട് നമുക്ക് സാമ്യം തോന്നുന്ന രീതിയിൽ അവർ കുറച്ച് ലൈറ്റ്സും കാര്യങ്ങളും ഇതിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ എയർ ബഡ്സിലും ലൈറ്റ് കത്തുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇത് ഓപ്പൺ ചെയ്ത് വെക്കുമ്പോഴുള്ള ഷേപ്പ്. സംഭവം നൈസല്ലേ? നമ്മളൊരു കാറിൻ്റെ ബോണറ്റ് ഓപ്പൺ ചെയ്യുന്ന ആ ഒരു ലുക്കുണ്ട്. പിന്നെ ആ ഒരു V8 എൻജിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. സംഭവം നല്ല പെർഫെക്റ്റ് ആയിട്ട് അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഫോർഡിനോടും മസ്റ്റാങ്ങിനോടൊക്കെ അവർ 100% നീതി പുലർത്തിയിട്ടുണ്ട് ഡിസൈനിൻ്റെ കാര്യങ്ങളിൽ. അതൊക്കെ നല്ല രസമുണ്ട്. പിന്നെ ഈ ഭാഗത്തായിട്ടും ഒരു റെഡ് ലൈറ്റ് കത്തുന്നുണ്ട് ഈ മസ്റ്റാങ്ങിൻ്റെ 4 ചുറ്റുമായിട്ടും. അതും നല്ല രസമായിട്ടുണ്ട്. നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാലും കുറച്ച് ലൈറ്റ് കുറച്ച് നേരം കത്തി നിൽക്കും. അതും കൊള്ളാം. പിന്നെ ഇതിൻ്റെ ബഡ്സ് പുറത്തെടുക്കുമ്പോൾ ഇതാണ് ഇതിൻ്റെ ബഡ്സ്. എന്ത് രസമാണെന്ന് നോക്കി. ഭയങ്കര ഒരു ബൾക്കി ഫീലൊന്നും ബഡ്സിനില്ല. വളരെ സിമ്പിളായിട്ട്, അതായത് നമ്മുടെ എൻഡ് ഭാഗമൊക്കെ ഒരു ഷാർപ്പായിട്ടുള്ളൊരു എഡ്ജസിലാണ് കൊടുത്തിട്ടുള്ളത്. ഭയങ്കര ബൾക്കിയോ കാര്യങ്ങളൊന്നുമല്ല. നമുക്കിത് വെച്ച് കഴിഞ്ഞാൽ ഇത് വെയിറ്റ് കുറവാണ്, വളരെ വെയിറ്റ് കുറവാണ്, വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. ഈ സാധനം നമ്മൾ ചെവിയിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഫീൽ ചെയ്യത്തില്ല ഈ സാധനം ചെവിയിലുണ്ടെന്ന്. അത്രയ്ക്ക് വെയിറ്റ് കുറവാണ്. നല്ല കംഫർട്ടാണ് ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ചില ബഡ്സ് നമ്മളെ ചെവിയിൽ വെച്ച് കഴിയുമ്പോൾ എന്തോ ഒരു വെയിറ്റ് ഇരിക്കുന്ന ഒരു ഫീല്, അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ഈ സാധനം ചെവിയിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് ചെവിക്കകത്ത് ഉണ്ടെന്ന് അറിയത്തില്ല. നല്ല കംഫർട്ടാണ്. കാരണം ഞാനിത് കുറച്ച് ദിവസം യൂസ് ചെയ്തു. ആ ഒരു എക്സ്പീരിയൻസിലൂടെ ഞാൻ പറയുന്നത്, വെറുതെ പറയുന്നതല്ല. ഇത് ചെവിയിലോട്ട് വയ്ക്കുമ്പോൾ ഇങ്ങനെയാണ്. സംഭവം നൈസാണ്. പ്രത്യേകിച്ച് ബുദ്ധിമുട്ടോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല. ഇത് ചെവിയിലുണ്ടെന്ന് പോലും അറിയത്തില്ല. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. പ്രത്യേകിച്ച് ഇതൊന്നും ഫീൽ ചെയ്യത്തില്ല. സൗണ്ട് നമുക്കിതിൽ കേൾക്കും, ആ ഒരു ഇതല്ലാതെ പ്രത്യേകിച്ച് നമുക്ക് ഈ സാധനം ചെവിയിലുണ്ടെന്ന് ഫീൽ ചെയ്യത്തില്ല. ഇതാണ് ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളും വരുന്നത്. ഇങ്ങനെ ഇരിക്കും സാധനം വെച്ച് കഴിഞ്ഞാൽ. പിന്നെ ഇതിൽ സ്വിച്ച് വരുന്നത് ടച്ച് കൺട്രോൾ തന്നെയാണ്. ഈ ഭാഗത്തായിട്ട് 4 മൈക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ സംസാരിച്ച് കഴിഞ്ഞാലും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് നല്ല ക്ലാരിറ്റിയിൽ വോയിസ് കിട്ടും. പിന്നെ ഈ ബഡ്സിൻ്റെ ഈ ഭാഗത്തായിട്ട് മസ്റ്റാങ് എന്നൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ബോണറ്റ് വരുന്ന അതേ ലൈൻസ് ഈ ഭാഗത്തായിട്ടും കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നല്ല രസമായിട്ട്, അതായത് എല്ലാ പീസിലും നമുക്ക് ഒരു മസ്റ്റാങ്ങിൻ്റെ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് അവരതുപോലെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ബോക്സിൽ മാത്രമല്ല ബഡ്സിലും അതേപോലെ തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഡിസൈൻ പരമായിട്ടുള്ള കാര്യങ്ങൾ. ഇതൊന്നുമല്ല എന്നെ ഞെട്ടിച്ച് വേറൊരു കാര്യം ഇതിനകത്തുണ്ട്. സാധാരണ ഇതുപോലുള്ള ബഡ്സുകൾ നമ്മളെടുത്ത് ചെവിയിലോട്ട് വെക്കുമ്പോൾ ഇത് കണക്റ്റ് ആകുന്നതിന് ചിലപ്പോൾ ഒരു മ്യൂസിക് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ടൂൺ, ഒരു ബീപ്പ് സൗണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അതല്ലെങ്കിൽ കണക്റ്റഡ് എന്ന് പറയും. അപ്പോൾ ഇതായിരിക്കാം നമ്മൾ നോർമലി കേട്ടിട്ടുള്ളത്. പക്ഷേ ഈ ബഡ്സിലൊരു പ്രത്യേകതയുണ്ട്. ഇത് നമ്മളെടുത്ത് ചെവിയിൽ വെച്ചിട്ട് ആ കണക്റ്റ് ആവുമ്പോൾ പറയുന്നത് കണക്റ്റഡ് എന്നല്ല, ഫോർഡ് മസ്റ്റാങ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒറിജിനൽ സൗണ്ടാണ്. അത് പെർഫെക്റ്റ് ആയിട്ട് മസ്റ്റാങ് സ്റ്റാർട്ട് ചെയ്തത് നമ്മൾ ആ സൗണ്ട് കേട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. പെർഫെക്റ്റ് ആയിട്ട് ആ സൗണ്ടാണ് ഇതിനകത്ത് കേൾക്കുന്നത്. നമ്മളെടുത്ത് ജസ്റ്റ് ഇതിനെടുത്ത് ഇങ്ങനെ ചെവിയിൽ വയ്ക്കുമ്പോൾ നമ്മുടെ മസ്റ്റാങ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു സൗണ്ട് ഇതിനകത്ത് കേൾക്കാൻ പറ്റും. അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. കാരണം അവരിതിനകത്ത് കംപ്ലീറ്റ് മസ്റ്റാങ്ങിനോട് നമുക്ക് എപ്പോഴും ആ ഒരു ഫീൽ തോന്നാൻ വേണ്ടിയിട്ട് എല്ലാത്തിലും അവർ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഈ പറയുന്നതായിരുന്നാലും ഡിസൈൻ ആയിരുന്നാലും എല്ലാം ഇടയ്ക്കിടയ്ക്ക് മസ്റ്റാങ് എന്നുള്ള ബാഡ്ജിങ്ങും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആ സൗണ്ട്, അതായത് കണക്റ്റ് ആകുമ്പോൾ ഉള്ള സൗണ്ട് ഞാൻ കേൾപ്പിച്ച് തരാം. ഇത് ജസ്റ്റ് എടുക്കുക.
കേട്ടില്ലേ? കറക്റ്റ് ആ സൗണ്ടാണ്. ഒന്നുകൂടെ കേൾപ്പിച്ചു തരാം. നല്ല രസമല്ലേ? അത് ഓക്കെ ആണ്, പെർഫെക്റ്റ് ആണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. ഞാനിതിൻ്റെ മോഡൽ കണ്ടിട്ട് തന്നെയാണ് വാങ്ങിച്ചത്. കാരണം മസ്റ്റാങ്ങൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാറാണ്. സോ മസ്റ്റാങ്ങിനോട് ഒരു ഇഷ്ടമുള്ളത് കൊണ്ട് അതുകൊണ്ടാണ് ഞാനിത് വാങ്ങിച്ചതല്ല. അത് ഇതിനകത്ത് ക്വാളിറ്റി അതൊന്നും ഞാൻ നോക്കിയിട്ടില്ല. പിന്നെ ബോൾട്ട് നല്ലൊരു ബ്രാൻഡാണ്, അതിൽ വേറെ സംശയമൊന്നുമില്ല. പിന്നെ ഇതിനൊരു ആപ്പ് ഉണ്ട്, ഗോ ബോൾട്ട് എന്നാണ് അതിൻ്റെ പേര്. അതുകൂടെ ഞാൻ കാണിച്ചു തരാം എന്താണെന്ന്. അപ്പോൾ ഇതാണ് ആ ആപ്പ്. നമ്മളത് ലോഗിൻ ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഒരു ഫേസാണ് വരുന്നത്. നമ്മുടെ ബഡ്സിൻ്റെ ഫോട്ടോയും കാര്യങ്ങളും ഇവിടെ ഉണ്ട്. പിന്നെ ഇതിൽ നമുക്ക് ഇതിൻ്റെ ബഡ്സിൻ്റെ, അതായത് നമുക്കിപ്പോൾ ബ്ലൂടൂത്തിലോട്ട് വരുന്ന നെയിം നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഞാനത് മസ്റ്റാങ് എന്ന് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അത് നമുക്ക് പെർമനൻ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. ആപ്പിനകത്ത് കയറിയിട്ട് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് ഏത് ഫോണിൽ, അതായത് ഏത് ഡിവൈസിൽ യൂസ് ചെയ്താലും ഇതിൽ വരുന്ന പേര് മസ്റ്റാങ് നമ്മൾ ചേഞ്ച് ചെയ്ത ആ പേര് തന്നെയായിരിക്കും. പിന്നെ ഇതിനകത്ത് നമുക്ക് ബാറ്ററി കാണാൻ പറ്റും, ഹെൽത്ത്, 2 ബഡ്സിൻ്റെയും ഹെൽത്ത് കാണാൻ പറ്റും, ബാറ്ററി ഹെൽത്ത് കാണാൻ പറ്റും. പിന്നെ ഇക്വലേഴ്സ് ഉണ്ട്. ഇതിനകത്ത് നമുക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്യാം. പിന്നെ ഇതിനകത്ത് ബാക്കി നമ്മൾ നോർമലുള്ള ഓരോരോ റോക്ക്, പോപ്പ്, ജാസ്, അങ്ങനത്തെ ക്ലാസിക്കൽ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ ഇതിൽ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ബേസ്, നമുക്ക് ഇതിനകത്ത് ബേസ് മാത്രമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, ട്രിബിള് മാത്രമായിട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അത് നല്ലൊരു കാര്യമാണ്. കാരണം നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ബേസ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് നമുക്ക് ആ ബേസ് ഒന്ന് കൂട്ടി വയ്ക്കാം, കുറച്ച് വയ്ക്കാം. അങ്ങനെ ഒരു കാര്യം കൂടെ ഇതിനകത്തുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് വരുന്നത് കീ. നമുക്കിപ്പോൾ ഓരോ ബട്ടൺസിലും ഞാൻ പറഞ്ഞില്ലേ ടച്ച് ആണ് എന്ന്. അപ്പോൾ ഈ ടച്ച് നമുക്ക് എന്തൊക്കെ യൂസാണ് ഇതിനകത്ത്. ഇപ്പോൾ നമുക്ക് നോക്കുമ്പോൾ ഇതിപ്പോൾ ലെഫ്റ്റ് ആണ്, ഇതിനകത്ത് പ്രീവിയസ് ട്രാക്ക്, നെക്സ്റ്റ് ട്രാക്ക്, ആൻസർ കോൾ, ഹാങ് അപ്പ് കോൾ, കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വോളിയം അപ്പ്, വോളിയം ഡൗൺ. അപ്പോൾ അതേത് വേണോ നമുക്ക് ഇതിനകത്ത് അറേഞ്ച് ചെയ്തിടാം. ബേസിക് ആയിട്ട് ഇതിനകത്ത് നമുക്ക് കോൾ ആൻസർ ചെയ്യാൻ പറ്റും, വോളിയം അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാൻ പറ്റും. അത് ബേസിക് ആയിട്ട് ഇതിനകത്ത് തന്നെ പറ്റും. ഇൻ കേസ് നമുക്ക് വേറെ എന്തെങ്കിലും കൂടെയൊക്കെ വേണമെങ്കിൽ ഇതിനകത്ത് നമുക്കത് ആഡ് ചെയ്തിടാം. വർക്ക് മോഡ് എന്ന് പറഞ്ഞിട്ട് 2 മോഡുണ്ട്, ഈ മ്യൂസിക് മോഡും കോമ്പാറ്റ് മോഡും. നമുക്കിപ്പോൾ ഗെയിം കളിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കോമ്പാറ്റ് മോഡ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് ഗെയിം കളിക്കാം. ടൂൾസ് ഉണ്ട്. ഈ ടൂൾസ് എന്ന് പറയുമ്പോൾ നമുക്ക് ബഡ്സ് ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബഡ്സ് ഒന്ന് വൈബ്രേറ്റ് ആവും. അതോടെ നമുക്കൊന്ന് അതിനകത്തുള്ള പൊടിയൊക്കെ പോകുന്നവർ പറയുന്നത് എനിക്കറിയത്തില്ല, ഞാനത് യൂസ് ചെയ്തിട്ടില്ല. ഇത്രയാണ് ആപ്പ് കൊണ്ട് അവരുദ്ദേശിക്കുന്നത്. പിന്നെ ഇത്രയും പോസിറ്റീവ് പറഞ്ഞ സ്ഥിതിക്ക് ഇതിനകത്ത് എനിക്ക് തോന്നിയ ഒരു നെഗറ്റീവ് എന്ന് പറയുമ്പോൾ, നമ്മളിപ്പോൾ യൂസ് ചെയ്തിട്ട് ഈ ഒരു ബഡ്സിൽ ഈ 20% ചാർജ് ആയി കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക്, അതായത് കുറച്ച് സെക്കൻഡ്സോ അല്ലെങ്കിൽ കുറച്ച് സെക്കൻഡ്സ് ഇടവിട്ട് ഇതിനകത്ത് ലോ ബാറ്ററി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അതൊരു ഡിസ്റ്റർബൻസ് ആണ്. എനിക്കെന്തോ അതൊരു ഡ്രോബാക്ക് ആയിട്ട് തോന്നി. കാരണം 20% ചാർജിൽ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ പറയുമ്പോൾ നമ്മൾ മ്യൂസിക് കേട്ടുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ കോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതാണ് എനിക്കിതിൽ തോന്നിയൊരു ഡ്രോബാക്ക്. മറ്റ് കാര്യങ്ങൾ എനിക്കിതൊരു യാതൊരു പ്രശ്നമില്ല. ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 3-4 ദിവസം കണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് കിട്ടിയ അന്ന് ഫുൾ ചാർജ് ചെയ്തതാണ്. ഇതുവരെ ഞാൻ പിന്നെ ഇത് ചാർജ് ചെയ്തിട്ടില്ല. ഇതുവരെ ചാർജ് തീർന്നിട്ടുമില്ല. ബഡ്സിൽ തീരും, ഞാനത് വെക്കുമ്പോൾ തിരിച്ച് ചാർജ് കയറുന്നുണ്ട്. എന്തായാലും ഈ കേസിൽ ഇതുവരെയും ചാർജ് തീർന്നിട്ടില്ല. പക്ഷേ ഞാൻ ചാർജ് ചെയ്തില്ല. എത്ര ദിവസം ചാർജ് നിൽക്കുമെന്ന് അറിയണമല്ലോ. സോ അതുകൊണ്ട് ഞാൻ ചാർജ് ഇതുവരെയും ചെയ്തിട്ടില്ല. ഫുൾ ചാർജ് ഒറ്റ ടൈമേ ചെയ്തിട്ടുള്ളൂ, ഒരു 3-4 ദിവസം. ഞാനിപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കണ്ടിന്യൂസ് ബഡ്സ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം ചാർജ് കുറയാനാണ് സാധ്യത. നോക്കാം എത്ര ദിവസം നിൽക്കുമെന്ന്. അപ്പോൾ ഇതൊക്കെയാണ് ഫോർഡ് മസ്റ്റാങ് ടോർക്ക് എഡിഷൻ്റെ വിശേഷം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഫോർഡ് വണ്ടികൾ ഇഷ്ടപ്പെടുന്ന, അതായത് ഫോർഡ് മസ്റ്റാങ് ഇഷ്ടപ്പെടുന്ന, കാറുകൾ ഇഷ്ടപ്പെടുന്ന, മ്യൂസിക് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണുന്നത് വരെ